ശുദ്ധ ഖുർആന്റെ ഒരു അധ്യാപനമുണ്ട്. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 15-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു അഭിസംബോധനമുണ്ട്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചു മടങ്ങേണ്ട ആളുകളാണ്. അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ അനിയുൽ ഹമീദ്, അള്ളാഹു മാത്രമാണ് സ്വയം പര്യാപ്തനും സ്തുത്യർഹനും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉടനീളം നമ്മളെ പരീക്ഷിക്കും. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും എല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹു പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്കാണ് പ്രതിഫലമുള്ളത് എന്നാണ്. വൽനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അള്ളാഹു നമ്മളെ ഭയം കൊണ്ട് പരീക്ഷിക്കും. നമ്മളെ ഒരുപാട് വിഷയങ്ങൾ, അത് ദുനിയാവിയായ നഷ്ടങ്ങളാകാം, ധനത്തിൽ കുറവ് വന്നിട്ടാകാം, മാനവ നഷ്ടം കൊണ്ടാകാം, വിഭവ നഷ്ടം കൊണ്ടാകാം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പട്ടിണി കൊണ്ടെല്ലാം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്ന് പറഞ്ഞു. ആ സന്തോഷവാർത്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗം നമ്മൾക്ക് സമ്മാനിക്കലാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ നിരന്തരം ആശ്രയിച്ച് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി മടങ്ങേണ്ടവരാണ് നമ്മൾ. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കേണ്ട ആളുകൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാത്തിനും അള്ളാഹുവിനെ വേണം. നമ്മളെ ഹയ്യാൽ അസ്വല എന്ന് കേൾക്കുമ്പോൾ, ഹയ്യാൽ അൽഫല എന്ന് കേൾക്കുമ്പോൾ പറയാറില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവേ നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവില്ല. ഹൗല് എന്ന അറബി വാക്കിന് ചലിക്കുക, അനങ്ങുക എന്നൊരർത്ഥമുണ്ട്. ഞാനൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ, എൻ്റെ സന്ധികളൊന്ന് ചലിക്കണമെങ്കിൽ, എൻ്റെ പേശികളൊന്ന് അനങ്ങണമെങ്കിൽ, അള്ളാഹുവേ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ കാവൽ ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ കരുതൽ ആവശ്യമുണ്ട്. എൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകണേ എന്നാണ് ആ വാചകങ്ങളുടെ അർത്ഥം.